ഒരു ദളിത് ട്രൈബ് റിസർച്ച് സ്കോളറേ ഇല്ലാത്ത ഇടങ്ങളായിട്ട് ഇന്ത്യയിലെ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. പൊതുവിലെടുത്താൽ ഇന്ത്യയിലെ ട്രൈബൽസിൻ്റെ അവസ്ഥയും ദളിതിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയും വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ്. ഗുജറാത്തിൽ ഒരു സ്ഥലത്ത് പോയി, അവിടെ നിതീഷ് നാരായൺ എന്ന് പറഞ്ഞ നമ്മുടെ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഉണ്ടായ ഒരു അനുഭവമുണ്ട്. അയാൾ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തപ്പോൾ അത് അയാൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സഹാക്കൾ പറഞ്ഞത് കുടിക്കാതിരിക്കരുത്, ജാതിയുടെ പേരിലാണെന്ന് തെറ്റുന്നത്. ഇലക്ഷനുകൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. ആ ഇലക്ഷൻ വഴി കൂടുതൽ രാഷ്ട്രീയം ചർച്ചയാവുന്നുണ്ട്. കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമുള്ള ആളുകളെ ഈ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതാക്കുക എന്നുള്ള അജണ്ട അവർ വളരെ കൃത്യമായിട്ട് നടപ്പാക്കുന്നത്. സഖ്യം ഇനിയും ആവശ്യമാണ്. ആ സഖ്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് പരിശോധിക്കും. ആ നിലക്ക് ആ സഖ്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്തും. മാത്രമല്ല അവിടെ ഒരു ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആ നിലക്ക് സംഘടനാപരമായിട്ട് പരിശോധിക്കും. അപ്പോൾ ആർഷോ കഴിഞ്ഞ കാലത്തിനിടക്ക് ഏറ്റവും ഭീകരമായി മാധ്യമങ്ങൾ വേട്ടയാടിയ ഒരാളാണ്. സംസ്ഥാന ഭാരവാഹിയായി നിൽക്കുന്ന സമയത്ത് അയാൾ എഴുതാത്ത പരീക്ഷക്ക് അയാൾക്ക് ജയിച്ചു എന്ന് പറഞ്ഞ വിവാദം ഉൾപ്പെടെ അത് അയാൾ പറഞ്ഞിട്ടും നിൽക്കുന്നില്ല. കാരണം അയാൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അയാൾ ഇനിയും ആക്രമിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. എം സ്വരാജ് അദ്ദേഹം സംസ്ഥാന ഭാരവാഹിയായിരിക്കുന്ന സമയത്തും ഭീകരമായ അക്രമം മാധ്യമങ്ങൾ ഒരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭീകരമായിട്ടുള്ള മാധ്യമാക്രമം ഉപയോഗിക്കേണ്ടായി. ഇപ്പോൾ ഉത്തരേന്ത്യയിലടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ജാതി, മതം, സാമ്പത്തികം, അതുപോലെ രാഷ്ട്രീയം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ പഠനത്തെയും ക്യാമ്പസ് ജീവിതത്തെയും ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ പറയുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ യഥാർത്ഥത്തിൽ OBC വിദ്യാർത്ഥികൾ വന്നിരുന്നത് ശരിക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് OBC വിദ്യാർത്ഥികളെ നമുക്കവിടെ കാണാൻ പറ്റിയത്. ബാക്കി വരും. അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ്, OBC വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് വന്ന് അവർ ചേർന്നതിന് ശേഷമാണ് പിന്നെ അവർ ജനറൽ സ്റ്റുഡൻ്റായിട്ട് തന്നെ പിന്നീട് മാറും. ഇതാണ് സംഭവിക്കാറ്. ചില മേഖലയിലെ ട്രൈബ് കുറച്ചുകൂടെ, ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ട്രൈബൽ വിഭാഗങ്ങൾക്ക് മെജോറിറ്റി പല സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ അവിടെ ട്രൈബിൽ തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ മുന്നിലെത്തിയ ആളുകൾ നന്നായി വരുന്നു. അത് ചില ക്യാമ്പസുകളുടെ സ്ഥിതിയാണ്. പൊതുവിലെടുത്താൽ ഇന്ത്യയിലെ ട്രൈബൽസിൻ്റെ അവസ്ഥയും ദളിതിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയും വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ ദളിതുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ UP-യിലെടുത്തിട്ടുണ്ടെങ്കിൽ പാസ്പാണ്ട മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഇത്തരം തുടങ്ങിയിട്ടുള്ള ആളുകളുടെ അവസ്ഥ അതിഭീകരമാണ്. അപ്പോൾ ഈ നേരത്തെ എനിക്ക് തോന്നുന്നത് ഡോക്ടർ ശിവദാസൻ MP ആണ് ചോദ്യം ചോദിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ആ ചോദ്യം ചോദിച്ചത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര പോസ്റ്റുകൾ, അധ്യാപക പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. അതിൽ നോക്കിയപ്പോൾ 1000-ഓളം പോസ്റ്റുകളാണ് SC ST OBC 1500-ലധികം പോസ്റ്റ് ഫില്ല് ചെയ്യാതെ ഇട്ടിരിക്കും എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ സ്ഥിതി എടുത്തിട്ടുണ്ടെങ്കിൽ IIT-യിലും IIMs-ലും ഒക്കെ തന്നെ ഒരു ദളിത് അല്ലെങ്കിൽ ഒരു ട്രൈബ് റിസർച്ച് സ്കോളറേ ഇല്ല. ഒരു ദളിത് ട്രൈബ് റിസർച്ച് സ്കോളറേ ഇല്ലാത്ത ഇടങ്ങളായിട്ട് ഇന്ത്യയിലെ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. റിസർവേഷൻ നടപ്പാക്കി ഇന്ത്യ 47 സ്വാതന്ത്ര്യമായി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും റിസർവേഷൻ നടപ്പാക്കിയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ അന്തരം വളരെ ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിക്കും. അടച്ചുപൂട്ടുന്നത് എവിടുത്തെയാണ്? കാടിനോട് ചേർന്ന പ്രദേശത്താണ്, ഉൾഗ്രാമമാണ്, മലമ്പ്രദേശമാണ്. ഇവിടെ താമസിക്കുന്നത് ആരാണ്? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡൗൺ ബ്രഡൻ സെഷൻസാണ്. ഇവരാണ് അത്തരം ഇടങ്ങളിൽ ട്രൈബ്സ് ആയിരിക്കും ഒട്ടുമിക്ക മേഖല, അതല്ലെങ്കിൽ ദളിത്സ് ആയിരിക്കും. അവരുടെ സ്കൂളാണ് ഈ അടച്ചു പൂട്ടുന്നത്. ബാക്കി എന്തെങ്കിലും ശേഷിയുള്ള ആളുകളൊക്കെ തന്നെ അവരൊക്കെ ടൗണിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവിടെ
പ്രാപ്യമാകുമോ എന്നുള്ള വേറെ കാര്യം, കാരണം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇത്തരം ആളുകളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നതിൽ തന്നെ തടയുക. വന്നാലുള്ള പ്രശ്നം വേറെ, അത് വലിയ രൂപത്തിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ മുഖത്ത് അടിപ്പിക്കുകയാണ് ഒരു അധ്യാപിക. ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ അടിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് അത്രയും ഭീകരമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ഇത് കുത്തിവെക്കുകയാണ്, മതവിദ്വേഷം കുത്തിവെക്കുകയാണ് ആ കുട്ടികളുടെ മനസ്സിലേക്ക് വരെ. അത് വളരെ കൃത്യമായിട്ട് ജാതീയമായിട്ടുള്ള, ഇപ്പോൾ പിന്നെ ഗുജറാത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാസ്റ്റ് അതിഭീകരമാണ്. അത് ഗുജറാത്തിൻ്റെ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്താലും നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ അത് ആര് താമസിക്കുന്ന സ്ഥലമാണെന്ന് ബോധ്യപ്പെടും. അവിടുത്തെ പരിസരം, വീടുകളുടെ അവസ്ഥ, ശുചിത്വം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പ് ഗുജറാത്തിൽ ഒരു സ്ഥലത്ത് പോയി, അവിടെ നിതീഷ് നാരായൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഉണ്ടായ ഒരു അനുഭവമുണ്ട്. അയാൾ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തപ്പോൾ അത് പിന്നെ അയാൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സഹാക്കൾ പറഞ്ഞത് കുടിക്കാതിരിക്കരുത്, ജാതിയുടെ പേരിലാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അയാൾക്ക് യഥാർത്ഥത്തിൽ വെള്ളം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് അയാൾ അപ്പോൾ ദാഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അയാൾ വെള്ളം വേണ്ട എന്ന് പറഞ്ഞത്. അത്തരം സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെ പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ ഒരു വീട്ടിൽ രാത്രി താമസിച്ചു. അവർക്കാകെ വലിയ കാര്യമായി. കാരണം അത് ഞാനത് മനസ്സിലാക്കിയിരുന്നില്ല, പിന്നെയാണ് മനസ്സിലാവുന്നത് അതൊരു ദളിത് വീടാണ്. അപ്പോൾ ആ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ എന്തോ കേരളത്തിൽ വരുന്ന വലിയൊരാളാണെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ കിടന്നുറങ്ങി എന്നുള്ളത് അവർക്കൊരു വലിയ സംഭവമായിട്ട് മാറി. അപ്പോൾ ഇത്തരം വിവേചനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ നിലനിൽക്കുകയാണ്. അത് ഗ്രാമ നഗര വ്യത്യാസമൊന്നുമില്ല, വളരെ കൃത്യമാണ്. കാരണം ഇപ്പോഴും ഒട്ടനവധിയായിട്ടുള്ള ദുരഭിമാന കൊലകൾ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത്രമാത്രം ദുരഭിമാന കൊല, ഇത് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നുള്ള സൗകര്യം കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഈ ഇപ്പോൾ റേപ്പ് കേസുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിക്ടിമാക്കപ്പെടുന്ന സ്ത്രീകൾ, അവരൊക്കെ ഈ പറയുന്ന ഏതെങ്കിലും അർത്ഥത്തിൽ സാമൂഹികമായോ സാമ്പത്തികമായോ പിന്നോക്കം നിൽക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ ദളിതർക്കെതിരായുള്ള അക്രമങ്ങളുടെ വലിയ വർധനം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് വേറെ അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് പൊതുവിൽ തന്നെ ഇത് വലിയ രൂപത്തിൽ ഇന്ത്യയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മോദി പ്രധാനമന്ത്രിയതിനു ശേഷം അതിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ. അതുപോലെ തന്നെ ഈ മോബ് ലിഞ്ചിങ് ഇത്രയും വ്യാപകമായത് ഈ പറയുന്ന മോദി അധികാരത്തിലേറിയതിനു ശേഷമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും സ്വാഭാവികമായും ക്യാമ്പസിലുണ്ട്. അതിലുപരി ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം, കാരണം ക്യാമ്പസിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ ക്യാമ്പസിൽ ഈ വിവേചനം എങ്ങനെ നിൽക്കുന്നു എന്ന് പറയാൻ ക്യാമ്പസിലേക്ക് ആദ്യം ഇവർ വരിക എന്നുള്ള പ്രക്രിയ പോലും നടക്കുന്നില്ല, അതുപോലും തടയുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ സ്ഥിതി. തെരഞ്ഞെടുപ്പുകളെയും ക്യാമ്പസ് രാഷ്ട്രീയങ്ങളെയും ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം എങ്ങനെ നോക്കിക്കാണും എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലെല്ലാം വളരെ നല്ല പങ്കാളിത്തം. അപ്പോൾ അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയാലും, ഡൽഹിയിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഡൽഹിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സ്ഥാപനങ്ങൾ. പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി, പിന്നെ കേരളത്തിലാണ് പൊതുവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നെ ആസാമിലെ ചില സ്ഥാപനങ്ങളും. ഇതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഗുജറാത്തിൽ എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പാണ് അവസാനമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത്, അതിന് ശേഷം നടന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ആ തെരഞ്ഞെടുപ്പുകളോട് നല്ല പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് അവിടുത്തെ വിദ്യാർത്ഥികളെടുത്ത്. ആ സമയത്ത് ശക്തമായിട്ടുള്ള പിന്നെ രാഷ്ട്രീയ ഡിബേറ്റ് നടക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം അത് ഈ പറഞ്ഞ പോലെ നല്ല റെസ്പോൺസാണ് അതിനോട് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം വിവിധ വിഷയങ്ങൾ, കാരണം അവർക്ക് കൂടുതൽ പറയാനുള്ളൊരു അവസരം കിട്ടുകയാണ്. കുട്ടികളുടേതായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകയാണ്. ആ പ്ലാറ്റ്ഫോം ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലോ HCയിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് വളരെ പലപ്പോഴും സമരമുന്നണിയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. കാരണം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ഒറ്റക്ക് നടത്തുന്ന സമരം പോലെയല്ല. ഇവിടെ പരാജയപ്പെട്ട വിദ്യാർത്ഥി സംഘടന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥി സംഘടനയും ഈ സമരത്തിൻ്റെ ഭാഗമായി യൂണിയൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫീ ഹൈക്കിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് യൂണിയനാണ് പല സ്ഥലത്തും ആ സമരത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഇലക്ഷനുകൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. ആ ഇലക്ഷൻ വഴി കൂടുതൽ രാഷ്ട്രീയം ചർച്ചയാവുന്നുണ്ട്.
കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമുള്ള ആളുകളെ ഈ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതെയാക്കുക എന്നുള്ള അജണ്ട അവർ വളരെ കൃത്യമായിട്ട് നടപ്പാക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ JNU യൂണിവേഴ്സിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷമാണ് ABVP അവിടെ ഒരു സീറ്റ് നേടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇടതുപക്ഷത്തിന്റെ ഇടയിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പം SFI വേറൊരു ഭാഗമായിട്ടും അതുപോലെ തന്നെ ഐസയും ഇതും വേറെ ഇതായിട്ടൊക്കെ. അപ്പോൾ അതെന്തായിരുന്നു അന്നത്തെ സാഹചര്യം? 2015 ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് അവസാനമായിട്ട് ABP അവിടെ ഒരു സീറ്റ് ജയിച്ചത്. അപ്പം അതിനുശേഷം 2025 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ മുമ്പ് 2011-12 കൂടിയിട്ട് അവിടെ SFI പിരിച്ചുവിടുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ JNU SFI എന്നുള്ള പേരിൽ വന്നു. പിന്നീട് DSFI മാറി. അക്കാലത്തൊക്കെ SFI, ഐസ, ഈ മറ്റ് സംഘടനകൾ എല്ലാവരും തനിച്ചാണ് മത്സരിക്കുക. മുമ്പും ABP പലപ്പോഴും ചില സീറ്റുകളൊക്കെ തന്നെ വിജയിച്ചു വന്നിട്ടുണ്ട്. B15 മുമ്പുള്ള കാലത്തും ഒക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു യോജിപ്പ് വരുന്നത് 2016 നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിനു ശേഷം അധികാരത്തിലേറി അതിനുശേഷം 2016 ഫെബ്രുവരി മാസത്തിലാണ് ഈ ഒരു പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉയർത്തി എന്ന് ആരോപിച്ചുകൊണ്ട് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ ജയിലിലിടുകയും അവിടെ വലിയ സമരം നടക്കുകയും ചെയ്തു. അപ്പോൾ ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് വന്നു. അങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് അത് മാറുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു വലിയ സമരം തുടർച്ചയായിട്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ABVP ഒഴിച്ചുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ സമരങ്ങൾ നടത്തിയത്. വളരെ ശക്തമായിട്ട് ഡൽഹിയിലും അതിൻ്റെ അലയൊലികൾ ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ട്. അന്നത്തെ എല്ലാ ക്യാമ്പസുകളിലും ആ സമരത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇറങ്ങുന്ന സ്ഥിതിയിലേക്കൊക്കെ തന്നെ അത് വലിയൊരു മുന്നേറ്റമായിട്ട് അത് മാറി. ആ ഘട്ടത്തിൽ ഇതിനൊരു ഇന്ത്യയുടെ പ്രതിപക്ഷം വിദ്യാർത്ഥികളാണ് എന്ന് വരെ പല രാഷ്ട്രീയ നിരീക്ഷകരും നിരീക്ഷണ സ്ഥിതി ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ABVPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ഇത് മുന്നിൽ വെച്ചുകൊണ്ട് 2016 ഈ പറയുന്നൊരു സഖ്യം സാധ്യമാവുന്നത്. അത് ABVPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഭാഗമായിട്ടാണ്. അത് തുടർച്ചയായിട്ട് മുന്നോട്ട് പോയി 2019 ശേഷം പിന്നെ ഇലക്ഷൻ നടക്കുന്നത് വളരെ വൈകിട്ടാണ്. 9 വർഷം എന്ന് പറഞ്ഞാൽ 2019 ശേഷം ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. 2019 ശേഷം പിന്നെ ഇലക്ഷൻ നടക്കുന്നത് ഏതാണ്ട് 5 വർഷത്തിന് ശേഷം 4.5 വർഷത്തിന് ശേഷം 2024 പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം ഇപ്പോൾ 2025 തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒറ്റ തവണയാണ് SFI പ്രസിഡന്റായിട്ട് ജയിച്ചത്. അപ്പോൾ പലപ്പോഴും അവിടുത്തെ ഏറ്റവും വലിയ ഈ സഖ്യത്തിലെ ഏറ്റവും വലിയ സംഘടന SFI. പക്ഷേ SFI പിന്നെ ഒരു വാശി പിടിച്ച് ഒരു പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് വാശി പിടിച്ച് പോകുന്ന സ്ഥിതി ഒരു ഘട്ടത്തിലുണ്ടായിട്ടില്ല. ഒറ്റ തവണ മാത്രമാണ്. ബാക്കിയെല്ലാം ജനറൽ സെക്രട്ടറി, കഴിഞ്ഞ യൂണിയനിൽ വൈസ് പ്രസിഡന്റ് മാത്രമാണ്. ബാക്കിയെല്ലാം മറ്റ് സംഘടനകൾ എന്നുള്ള നിലക്കുള്ളൊരു വിട്ടുവീഴ്ച ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിലും ഏത് വിട്ടുവീഴ്ച ചെയ്തിട്ടും നിൽക്കണം എന്നുള്ള നിലപാട് തന്നെയായിരുന്നു SFI ലീഡർഷിപ്പിനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ അവിടെ ചേരുന്നതിൽ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ചില സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി SFI മത്സരിക്കാൻ തന്നെ തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല. ഡൽഹി യൂണിവേഴ്സിറ്റി മത്സരിച്ചിരുന്ന സമയത്തും 1000 വോട്ട്, 2000 വോട്ട്, 3000 വോട്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് കിട്ടിയത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9000 വോട്ട് SFIക്ക് ഒറ്റയ്ക്ക് നേടാൻ വേണ്ടി പറ്റി. മറ്റ് ഒരു ഇടത് സംഘടനയോ ഒരു സംഘടനയുടെയും ഇല്ലാതെ. കാരണം അവിടെ വളരെ കൃത്യമായിട്ട് അവിടെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി പണക്കൊഴുപ്പിൻ്റെ ചർച്ച നടക്കുന്ന സ്ഥലമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അവിടെ വലിയ തുക ഇറക്കി. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഭാരവാഹി ആയാൽ, യൂണിയൻ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആയാൽ അവർ തൊട്ടടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു MLA MP ആണ്. അത് ഐദർ NSUI ഓർ നോർ ABP, രണ്ട് സംഘടനയായാലും അതിൽ യൂണിയൻ്റെ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി ആയാൽ പിന്നീട് അവർ അടുത്ത MLA MP ആവുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ആ നിലക്ക് പ്രാധാന്യമുള്ള തൊടുകാടുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വലിയ പണം ഭക്ഷണമായിട്ടും വാഹനം ഉപയോഗിച്ചുള്ള പ്രചരണവും. പണ്ട് ലിങ്ടോ കമ്മീഷൻ റിപ്പോർട്ട് എഴുതാനുള്ളൊരു കാരണം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയെ നോക്കിയിട്ടാണ്. കാരണം പ്രചരണത്തിന് കുതിരയെ ഉപയോഗിക്കുന്നു, പ്രചരണത്തിന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോഴും ആ വാഹനങ്ങൾ ഉപയോഗിക്കുകയും ആളുകൾക്ക് വലിയ രൂപത്തിലുള്ള പാർട്ടികൾ
നടത്തിയൊക്കെ ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു വിജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് 23,000 24,000 അവിടെ 9,000 വോട്ട് ഒക്കെ കിട്ടി SFI ആദ്യമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് വരികയാണ്. അതുപോലെ തന്നെ അവിടെ റിസർച്ച് സ്കോളേഴ്സിന് വോട്ടുള്ളത് ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന GS ക്യാഷ് ഉണ്ട്, ജെൻഡർ സെൻസിറ്റൈസേഷൻ കമ്മിറ്റി അഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. അപ്പോൾ അത് മാറ്റിയിട്ട് ICS ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി എന്നുള്ള പേരിലുണ്ടാക്കി. അതിലേക്കാണ് ആകെ റിസർച്ച് സ്കോളേഴ്സിന് വോട്ടുള്ളത്. ആ റിസർച്ച് സ്കോളേഴ്സിന് വോട്ട് ചെയ്ത് ചെയ്യുന്ന ആ തെരഞ്ഞെടുപ്പിൽ SFIയുടെ പ്രതിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ചത്. അപ്പോൾ ആ നിലക്കൊക്കെ തന്നെ SFI മറ്റ് ഇടത് വിദ്യാർത്ഥി സംഘടനകളേക്കാൾ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട സംഘടനയായിട്ട് ഡൽഹിയിൽ തന്നെ മാറി വരുന്ന സ്ഥിതി ഉണ്ടായി. അതും മറ്റു വിദ്യാർത്ഥി സംഘടനകളിൽ, ഇടത് വിദ്യാർത്ഥി സംഘടനകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് പിന്നെ ഞങ്ങളങ്ങനെ കാണുന്നില്ല. സഖ്യം ഇനിയും ആവശ്യമാണ്. ആ സഖ്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞങ്ങളതിനെ കാണുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് പരിശോധിക്കും. അപ്പോൾ ആ നിലക്ക് ആ സഖ്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്തും. മാത്രമല്ല അവിടെ ഒരു പിന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആ നിലക്ക് സംഘടനാപരമായിട്ട് പരിശോധിക്കും. ഇപ്പോൾ അതിനുശേഷമാണ് അവിടെ പിന്നെ യൂണിയൻ റൂമിലോ മറ്റോ RSSകാരുടെ ചിത്രം വെക്കുന്നൊരു ഇതുണ്ടായിട്ടുണ്ട്, ഈ തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ വ്യക്തി. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ എന്താണ് അവിടെ നടക്കുന്ന ഒരു RSS വൽക്കരണം അല്ലെങ്കിൽ ഒരു കാവ്യവൽക്കരണം തന്നെയല്ലേ അവിടെ നടക്കുന്നത്? കാവ്യവൽക്കരണം അവിടെ അല്ലാതെ തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂണിയൻ റൂം എന്ന് പറഞ്ഞാൽ ആ യൂണിയനിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതും അതിനു മുന്നേ എന്തൊക്കെയോ എല്ലാവരും അനുമതി വാങ്ങണം എന്നുള്ള അങ്ങനെ ഒന്നും ചെയ്യാതെയാണ്. അതെ, അതൊന്നും വാങ്ങാതെയാണ്. കാരണം പിന്നെ വിദ്യാർത്ഥികൾക്ക് ഇരിക്കാനും യോഗം ചേരാനും ഒക്കെ ഉള്ള മുറിയാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ വെക്കാറുണ്ട്. പക്ഷെ അതിന് ഈ പറഞ്ഞതുപോലെ അപ്പോൾ അവിടെ വെച്ചിട്ടുള്ളതൊക്കെ മഹാരഥന്മാരായിട്ടുള്ള ഭഗത് സിംഗിന്റെ ഫോട്ടോ ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, അംബേദ്കർ ഉണ്ട്, നേതാജി ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, അങ്ങനെ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു പെരിയാർ ഉണ്ട്, അതുപോലെ തന്നെ സാവിത്രിബായി ഫൂലെ ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ മഹാരഥന്മാരായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള ആളുകളാണ് അവിടെ ചിത്രങ്ങളായിട്ടുള്ളത്. അവിടേക്ക് RSSന്റെ നേതാക്കന്മാരെ കൊണ്ടുവരാൻ അത് അവിടെ AVP ജയിക്കുന്നതോട് കൂടിയിട്ട് എല്ലാം ശ്രമം നടത്തും. പക്ഷേ അവരത് അനുമതി വാങ്ങിയിട്ടോ അത്തരത്തിലുള്ള ഒരു ഇടപെടലുണ്ടല്ല, അവരുടെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവെക്കുന്നു എന്നുള്ള നിലക്കാണ്. JNU അല്ലാതെ തന്നെ ഇപ്പോൾ JNUവിൽ അടുത്തിടെ നടന്നിട്ടുള്ള അധ്യാപക നിയമനങ്ങൾ മുഴുവൻ ഈ പറയുന്ന വളരെ കൃത്യമായ RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ മാറ്റം അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവിടെ സിലബസ് പരിഷ്കരണം, ഒരുപാട് സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു. സിലബസൊക്കെ തന്നെ വലിയ രൂപത്തിൽ ഈ സ്യൂഡോ സയൻസുകൾ വരികയാണ്. അതിലേക്ക് ഒരു പിന്നെ കണക്ഷനും ഇല്ലാതെ ജ്യോതിഷം അതിലേക്ക് കടന്നു വരും. അങ്ങനെ ആ സിലബസിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഈ അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഇന്ത്യയിലെ മറ്റെല്ലാ ക്യാമ്പസുകളിലും പോലെ JNUവിലും വളരെ കൃത്യമായി RSSന്റെ ഒരു ടാർഗറ്റ് തന്നെയാണ് അതിന് ഒരുപാട് ചരിത്രപരമായിട്ടും സമകാലീന ഇന്ത്യയിലൊക്കെ തന്നെ അതിന് പല കാരണങ്ങളുണ്ട് അവരുടെ ടാർഗറ്റ് ആവാനാണ്. അപ്പോൾ അത് വളരെ കൃത്യമായ അവരുടെ ടാർഗറ്റാണ്. ആ നിലക്ക് അവർ ശക്തമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ സഖ്യം തവണ ഇല്ലാതെ പോയിട്ടുള്ള സഖ്യം അടുത്ത തവണ കൊണ്ടുവന്നുകൊണ്ട് AVPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതും ആ ക്യാമ്പസിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിന്റെ ഒരു സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റാഗിംഗ് ഒക്കെ പോലെയുള്ള കാര്യങ്ങളിൽ SFI നേതാക്കൾ അല്ലെങ്കിൽ SFI പ്രവർത്തകർ പ്രതികളായി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ പ്രതികളായി ആരോപിക്കപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? റാഗിങ്ങുമായി ബന്ധപ്പെട്ട SFI നേതാക്കന്മാർ ആരോപിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായോ? കോഡ് ഒക്കെ ഏത് പൂക്കോട് സർവകലാശാല പൂക്കോട് വെറ്റിനറി കോളേജിലെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ അന്ന് വലിയ രൂപത്തിൽ SFIക്കെതിരായിട്ട് ഉപയോഗിച്ചു. അതിനുശേഷം 2 അന്വേഷണങ്ങൾ നടന്നു. അതായത് പോലീസിന്റെ അന്വേഷണം നടന്നു, അത് പോരാ എന്ന് പറഞ്ഞ് CBI അന്വേഷണം നടന്നു. അതിന് പുറമെ പിന്നെ നമ്മുടെ മുൻ ഗവർണർ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കമ്മീഷനെ വെക്കാനുള്ള അധികാരമൊന്നുമില്ല. അദ്ദേഹം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. വെച്ചിട്ട് അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. 2 റിപ്പോർട്ടും നമ്മുടെ മുമ്പിലുണ്ട്, പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. 2 റിപ്പോർട്ടിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ ഇതിൽ നടന്നിട്ടില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും പേര് അതിൽ പരാമർശിച്ചിട്ടില്ല. മാത്രമല്ല SFI യൂണിറ്റ് ഭാരവാഹി അയാളെ ആക്രമിച്ചിട്ടില്ല. അയാളെ ആക്രമിക്കൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ വെച്ച കമ്മിറ്റി അല്ല,
അല്ലെങ്കിൽ പിന്നെ ഈ സംസ്ഥാന ഗവൺമെൻറ് പോലും വെച്ച കമ്മിറ്റിയല്ല. ഒന്ന് CBI ആണ്, 2 ഗവർണർ വെച്ച ഈ പറയുന്ന എന്താ പറയുക ജുഡീഷ്യൽ കമ്മീഷനാണ്. അധികാരമില്ലാത്തതാണ്, പക്ഷെ വെച്ചു, ശരി. ഈ 2 റിപ്പോർട്ടും കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്? അതാണ് ഇപ്പം മുന്നിൽ കാണുമ്പോൾ എപ്പോഴും SFI നേതാക്കൾ അതിലുണ്ട്. അതെ, ഏതൊരു സംഘർഷം വന്നു കഴിഞ്ഞാലും SFI നേതാക്കളെ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. അതെ, അതെ, അതെ. അപ്പം അതാണ് നമ്മൾ കാണുന്നതും. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കാൻ കാരണം. അപ്പോൾ അത് വളരെ വളരെ കൃത്യമായിട്ട് പതിച്ചു വെച്ചു. അത് SFI ആണ് എന്ന് പതിച്ചു വെച്ചു. അത് മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പിന്നെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു ഇടപെടലാണ്. SFIക്ക് ഒരു പങ്കുമില്ല എന്ന് SFIയെ എല്ലാ സമയത്തും എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അന്വേഷണം വന്നിട്ട് അത് പ്രസിദ്ധീകരിച്ചില്ല ഒരു മാധ്യമം പോലും. എനിക്കൊന്ന് പിന്നെ പ്രിന്റ് മീഡിയയിൽ ആകെ ഒരു ദേശാഭിമാനി മാത്രമാണ്. ഞാൻ വേറെ എന്തെങ്കിലും വാർത്ത കണ്ടിട്ടില്ല, ഇനി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊടുക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. ഈ 2 റിപ്പോർട്ടിനെ കുറിച്ചും ഒരു വാർത്തയും വന്നിട്ടില്ല. ഇപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ പിന്നെ വന്ന് എന്താ പറയുക, ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി മുമ്പ് SFIയുടെ ഭാഗമായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഭീകരമായ അക്രമമാണ് കേരളത്തിൽ നടന്നത്. അതേ സമയത്ത് തന്നെ എത്ര KSUവിൻ്റെ നേതാക്കന്മാർ ഇത്ര വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവ് അവരുടെ വക്കീലന്മാരുടെ നേതാവായിരുന്ന ആൾ വക്കീൽ പരീക്ഷ പോലും പാസ്സായിട്ടില്ല എന്നുള്ളത് വന്നു. ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റയർ പൊളിറ്റിക്സ് ആയിരുന്നു. എൻ്റയർ പൊളിറ്റിക്കൽ സോറി പിന്നെ കോഴ്സിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇന്ത്യൻ പ്രധാനമന്ത്രി പഠിച്ച കോഴ്സാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം പഠിച്ചു എന്ന് പറയുന്ന കാലത്ത് അങ്ങനെ കോഴ്സ് ഇന്ത്യയിൽ തുടങ്ങിയിട്ടില്ല. ഇന്ത്യയിലെ ഒരു ഡസനോളം കേന്ദ്രമന്ത്രിമാർ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് വ്യാജ ഡിഗ്രിയുമായിട്ട് ഇരിക്കുകയാണ്. മുമ്പ് ഇന്ത്യയിലെ ഈ ചില യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലും പുറത്തൊക്കെ ആയിട്ടില്ല. ഇപ്പോൾ കൊളംബോ യൂണിവേഴ്സിറ്റി, കാത്മണ്ഡു യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റി എന്നൊക്കെ കൊണ്ട് കുറേ ആളുകൾക്ക് കാശ് വാങ്ങി ഡിലീറ്റ് കൊടുക്കുക, ഡോക്ടറേറ്റ് കൊടുക്കുക, ഇതാണ് ഇവരൊരു പരിപാടി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് SFI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ട് ഈ വിഷയങ്ങളൊക്കെ എഴുതി ഒരു കത്ത് അന്നത്തെ പിന്നെ HRD മിനിസ്റ്റർക്ക് കൊടുത്തു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മിനിസ്റ്റർക്ക് കൊടുത്തു. വന്ന് പിന്നെ അതിന് ഒരു കമ്മിറ്റി വെച്ചു. എനിക്ക് തോന്നുന്നു ഡൽഹി IITയിലെ അന്നത്തെ തലവൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് അന്വേഷണമൊക്കെ നടത്തി അതിന് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം, കൃത്യമായിട്ടൊരു ഗൈഡ് ലൈനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് HRDയിൽ നിന്ന് വന്നു, HR ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ കൊടുത്തത് അന്ന് ഹ്യൂമൻ റിസോഴ്സിൻ്റെ മിനിസ്റ്ററായിട്ട് ഇരിക്കുന്നത് രമേശ് പൊക്രിയാൽ നിഷാങ്കാണ്. അദ്ദേഹമാണ് അന്ന് മിനിസ്റ്റർ. അദ്ദേഹത്തിന് അന്ന് കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ പറയുന്ന ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വ്യാജ ബിരുദങ്ങളുടെ ഒരു കൂടാരം ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. SFI ആയിട്ട് ബന്ധമുണ്ടായിരുന്നത്. കോടതിയിൽ ഇരിക്കുന്ന കേസാണ്, അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ ആ കുട്ടിയുടെ പേര് ഇന്ന് കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം. ഏറ്റവും വലിയ ക്രിമിനലായിട്ട് ഒരു പെൺകുട്ടിയെ ചിത്രീകരിച്ചു. അതുപോലെ തന്നെയാണ് ഈ വെറ്റിനറി കോളേജിലെ വിഷയം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFI കൊലപാതകികൾ എന്ന് പറയാം. അപ്പോൾ SFI കൊലപാതകികളാണ്, അക്രമികളാണെന്നാണ് പറയാം. ഈ കേരളത്തിൽ മാത്രം 35 സഖാക്കളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബംഗാളിൽ 29 ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 26 പേര് അസാമിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ, ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും SFI പ്രവർത്തകരെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഒരിടത്തും ഒരാളെയും SFI കൊന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ധൈര്യത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അത് ഒരു അത്ഭുതമായിരുന്നു. കേരളത്തിലെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ പോലും ഇതൊരു ഘട്ടത്തിൽ പറയുമ്പോൾ, അതിപ്പോൾ അഭിമന്യുവിൻ്റെ കൊലപാതകവും ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് SFI ഇതുവരെ ഒരാളെയും കൊന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ദീർഘകാലമായിട്ട് മാധ്യമരംഗത്ത് നിൽക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോലും അത്ഭുതപ്പെടുകയാണ്. അവർ പോലും ധരിച്ചു വെച്ചിരിക്കുന്ന ആരെങ്കിലും കൊന്നിട്ടുണ്ട്, അത് അവർ കൂടി ഉണ്ടാക്കിയതാണ് SFI അക്രമികൾ. അത്തരത്തിൽ SFI കൊലപാതകികളാണ് എന്ന് വരുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ആ വെറ്റിനറി കോളേജിലെ ഇൻസിഡൻറ്റ്. അതുകൊണ്ടാണ് അതിനുശേഷം വന്ന റിപ്പോർട്ട് ഒരാളും പുറം ലോകം കണ്ടില്ല, ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങളുടെ കുറച്ച് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നല്ലാതെ. അപ്പോൾ വളരെ കൃത്യമായിട്ട്
റാഗിങ് ഉൾപ്പെടെയുള്ള റാഗിങ്ങിനെതിരായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടം ആവശ്യമാണ്. എവിടെയൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ ഇല്ലാതിരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഭീകരമായ റാഗിങ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് നെഹ്റു കോളേജിൽ പഠിക്കുമ്പോഴാണ്. ആ കുട്ടി അവിടെ രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ക്യാമ്പസിൽ പഠിച്ചാണ് കൊല ചെയ്യപ്പെട്ടത്, ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളിൽ വളരെ കൃത്യമായി ഈ പറയുന്ന റാഗിങ് ഉൾപ്പെടെയുള്ള അരാജക പ്രവണതകളുണ്ട്. ഈ പറയുന്ന മയക്കുമരുന്നും സാധനങ്ങളൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ തടയാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയം മോശമാണ് എന്ന് പറഞ്ഞു വെക്കുക എന്നുള്ള ശ്രമമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ തലയിലിടുക, SFIയുടെ തലയിട്ട്. അതാണ് ഇപ്പൊ ഒരു ഇൻ കേസ് എന്തെങ്കിലും ഒരു ലഹരിന്റെ അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ അതിൽ SFI ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നേതാക്കള് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് കുറച്ച് മുന്നേ തന്നെ ഈ ഒരു വാർത്ത വന്നിരുന്നു. MDMA കഞ്ചാവോ അങ്ങനെ എന്തോ ഒരു കളമശ്ശേരി പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വലിയ ത്രാസും അതുപോലെ തന്നെ അളന്നു തൂക്കി കൊടുക്കാനുള്ള സംവിധാനമൊക്കെ വെച്ച KSU നേതാവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്തയില്ല. അപ്പുറത്തെ SFI യൂണിറ്റ് ഭാരവാഹിയുടെ അടുത്ത് നിന്ന് ചെറിയ അളവ് കിട്ടി എന്നുള്ളതാണ്. അളവ് ചെറുതോ വലുതോ എന്നുള്ളത് പ്രശ്നമല്ല. ഞങ്ങൾ അയാൾക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെ കറക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ വാർത്ത ഇത് പിന്നെ 1.9 കിലോ കിട്ടിയതിന് വാർത്തയല്ല, 1/2 ഗ്രാം കിട്ടിയതാണ് അതിനേക്കാൾ വലിയ വാർത്തയായി മാറണം. അപ്പോൾ ഇതിനൊരു ഫോക്കസ് ഉണ്ട്, ഒരു അജണ്ട ഉണ്ട്. അപ്പോൾ അജണ്ട SFIക്ക് എതിരായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരാണ്. നമ്മൾ ചെയ്യേണ്ടത് മാധ്യമങ്ങളായാലും പൊതുസമൂഹമായാലും ചെയ്യേണ്ടത് ഇതൊരു സോഷ്യൽ ഈവിളാണ്, ഒരു സാമൂഹിക പ്രശ്നമാണ്. ആ നിലക്ക് കണ്ടുകൊണ്ട് അതിനെതിരായിട്ടുള്ള നല്ല ജാഗ്രത പുലർത്തണം, ക്യാമ്പയിൻ നടത്തണം, ബോധവൽക്കരിക്കണം, വലിയ പരിശ്രമം നടത്തണം. അത് ലഹരിയുമായി ബന്ധപ്പെട്ടാലും ശരി, റാഗിങ്ങുമായി ബന്ധപ്പെട്ടാലും ശരി, അത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അത് പെട്ടെന്ന് തുടങ്ങിയല്ല, നേരത്തെ ഉണ്ട്. പക്ഷെ രാഷ്ട്രീയമുള്ള ക്യാമ്പസുകളിൽ ഇതിനൊരു അതോറിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവും, വിദ്യാർത്ഥി പിന്നെ സംഘടനകൾ തമ്മിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന് ഒരു അതോറിറ്റി ഉണ്ട്. അത് സംഘടനാ ലീഡർഷിപ്പ് പോയി പറഞ്ഞാൽ അവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ ആ സംഘർഷം അവിടെ നിൽക്കും. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ചോദ്യം ആ സംഘടനക്ക് മേൽ വരും. ഇത് ചോദിക്കാൻ ആരുമില്ല, ആരും അക്കൗണ്ടബിൾ അല്ല. ആരും അക്കൗണ്ടബിൾ അല്ലാത്ത കുറേ ഗ്യാങ്ങുകൾ ഉണ്ടാവുന്നു എന്നുള്ളത് അത് ഈ പറയുന്ന അരാഷ്ട്രീയവൽക്കരണം വരുത്തുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ക്യാമ്പസുകൾ, വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലാത്ത ക്യാമ്പസുകൾ അത്തരത്തിലുള്ള അരാഷ്ട്രീയ പ്രവണതകളിലേക്ക് പോകുന്നുണ്ട്. അത് തടയണം. തീർച്ചയായിട്ടും അതിന് പൊതുസമൂഹം ഒരുമിച്ചിറങ്ങി പോരാടേണ്ടതുണ്ട്. അതല്ലാതെ അത് പിന്നെ SFIക്കാരൻ്റെ കയ്യിൽ നിന്നാണോ കിട്ടി, അല്ലെങ്കിൽ SFIക്കാരനുമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിലൊരു ബന്ധം അവനുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അതിനെ SFIക്ക് എതിരായിട്ടുള്ളൊരു വാർത്ത എന്നുള്ള നിലക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഇത്തരം വിഷയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ജാഗ്രത പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. നേതാക്കളെ പ്രതിയാക്കാൻ മാധ്യമങ്ങൾ തുനിഞ്ഞിറങ്ങുന്ന ആ ഒരു പ്രവണത ഉണ്ടല്ലോ. ഇപ്പം ആർഷോ സംസ്ഥാന നിൽക്കുന്ന സമയത്തൊക്കെയും എങ്ങനെയൊക്കെ SFI നേതാക്കളെയും അതിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ആർഷോ കഴിഞ്ഞ കാലത്തിനിടക്ക് ഏറ്റവും ഭീകരമായി പിന്നെ മാധ്യമങ്ങൾ വേട്ടയാടിയ ഒരാളാണ്. സംസ്ഥാന ഭാരവാഹിയായി നിൽക്കുന്ന സമയത്ത് അയാൾ എഴുതാത്ത പരീക്ഷക്ക് അയാൾക്ക് ജയിച്ചു എന്ന് പറഞ്ഞ വിവാദം ഉൾപ്പെടെ അത് അയാൾ പറഞ്ഞിട്ടും നിൽക്കുന്നില്ല. കാരണം അയാൾ പിന്നെ ഞാൻ ആ പരീക്ഷ എഴുതിയിട്ടില്ല, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് റിസൾട്ട് നോക്കിയിട്ടില്ല എന്നാണ് അടുത്ത ചോദ്യം. ഞാൻ എഴുതാത്ത പരീക്ഷയുടെ റിസൾട്ട് ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട്, ഒരു നിലക്കും സത്യവുമായിട്ടൊരു ബന്ധമില്ലാത്ത വിഷയങ്ങൾ എടുത്തുകൊണ്ട്, അത് സ്വാഭാവികമായിട്ടും പലതും സ്വാഭാവികമായി ഉണ്ടായതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി തന്നെ വന്നിട്ടുള്ളതാണ്. ചില പ്ലാൻ ചെയ്ത വാർത്തകൾ വരെ അത്തരത്തിൽ വന്നിട്ടുണ്ട്. അത് PM ആർഷോ എന്നുള്ള ഒരാൾക്കെതിരെ അല്ല, അത് SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുന്ന സമയത്താണ്. ഇപ്പോൾ പിന്നെ ആർഷോ സംസ്ഥാന ഭാരവാഹി ആയതോട് കൂടിയിട്ട് അക്രമം നിർത്തി. ഈ അക്രമം ഇനിയും തുടരും. കാരണം അയാൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അയാൾ ഇനിയും ആക്രമിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. അയാൾ വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ പിന്നെ ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ വന്ന് പറയുകയും ശക്തമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. ആ ചടുലതയും ഒക്കെ അയാൾക്കുണ്ട്. അപ്പം അതും ഒരു കാരണമായിട്ടുണ്ടാവും. കാരണം മാധ്യമങ്ങളോട് പുറത്ത് കയർക്കുന്നു, എന്നാൽ പിന്നെ അയാളെ അങ്ങ് ശരിയാക്കി കളയാം. അതെ അതെ, അന്ന് ആർഷോ അങ്ങനെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നിന്ന് എല്ലാവരും ഇപ്പോൾ
ഒരു പിന്നെ ഹർഷോ മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ളതുകൊണ്ട് ഹർഷോ കൂടുതൽ. അന്നുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിരുന്ന വിവിധ ആളുകൾ അത് പല വിധത്തിൽ അവരൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഹസൻ മുബാറക്ക് എന്ന് പറയുന്ന സഖാവ്, അതുപോലെ തന്നെ പിന്നെ അനുശ്രീ, അതിനകത്ത് വന്ന സംസ്ഥാന പ്രസിഡന്റ്, അങ്ങനെ എല്ലാവരും ഇപ്പോൾ വ്യക്തിപരമായി ആ ഘട്ടം ഇപ്പോഴും ആക്രമണം തുടരുന്നുണ്ട്. അത് യൂണിറ്റ് തൊട്ട് സംസ്ഥാന ലീഡർഷിപ്പ് വരെയുള്ള ആളുകളെ വളരെ കൃത്യമായ അജണ്ട വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുമ്പിൽ അന്ന് സംസ്ഥാന ഭാരവാഹി എന്നുള്ളവർക്ക് ഹർഷോ ഉണ്ടായി. അതുകൊണ്ട് ഹർഷോക്കെതിരെ കൂടുതൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ആദ്യത്തൊന്നുമല്ല. ഒരു സമയത്ത് കായികമായിട്ടുള്ള ആക്രമണങ്ങളെ SFI നേരിടേണ്ടി വന്നിട്ടുണ്ട്. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന KV സുധീഷ് തന്നെ RSSകാർ കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നീടും ഇപ്പോൾ സഖാവ് M സ്വരാജ് അദ്ദേഹം സംസ്ഥാന ഭാരവാഹിയായിരിക്കുന്ന സമയത്തും ഭീകരമായ ആക്രമണം മാധ്യമങ്ങൾ ഒരു പരാമർശത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭീകരമായിട്ടുള്ള മാധ്യമാക്രമം ഒരിക്കലുണ്ടായിട്ടുണ്ട്. ഹർഷോക്കെതിരെയും അതുപോലെ തന്നെ ഇക്കാലത്തുള്ള സഖാക്കൾക്കെതിരെയും ഇവർക്കെതിരെ ഭീകരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വലിയ ആക്രമണം, വെർബൽ അറ്റാക്ക് ഭീകരമായിട്ട് ഇവർക്കൊക്കെ തന്നെ നേരിടേണ്ടി വന്നു. അത് പെൺകുട്ടികളാണെങ്കിൽ കുറച്ച് രൂക്ഷമാണ്. അത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന പെൺകുട്ടികളാണ് വളരെ രൂക്ഷമായിട്ടാണ്. വെർബൽ റേപ്പ് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റുന്ന വിധത്തിലുള്ള ആക്രമണമാണ്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് അതിൻ്റെ തലം കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി പിന്നെ എന്താ പറയുക, നേരത്തെ നമുക്ക് ഒരാളെ TV യിൽ കാണുമ്പോൾ നമുക്ക് പുറത്തു നിന്നിട്ട് വേണമെങ്കിൽ തെറി പറയാമെന്നല്ലാതെ അയാളോട് പറയുന്നു എന്നുള്ള ഫീല് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ നേരിട്ട് അയാളുടെ വാളിൽ പോയിട്ട് അയാളെ തെറി വിളിക്കാം എന്നുള്ളൊരു സൗകര്യം സോഷ്യൽ മീഡിയയുടെ കാലത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അക്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അതിനൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുടെ പങ്ക് തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ പങ്ക്. ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ഈ ഹർഷോയുടെ വിഷയം തുടങ്ങിയ വിഷയം, ഹർഷോയുടെ പിന്നെ മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വളരെ കൃത്യമായിട്ട് മീഡിയ അങ്ങ് എടുത്ത് പിന്നെ വലിയ പബ്ലിസിറ്റി കൊടുക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷവും തീരുന്നില്ല, വിവാദം അവസാനിക്കേണ്ടതാണ്. കാരണം മറ്റൊരു തലത്തിലും പോവാതെ തന്നെ വളരെ കൃത്യമായി അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവിടെ അവസാനിക്കുന്നില്ല, പിന്നെയും അത് തുടർച്ചയായിട്ട് അവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം അത് വളരെ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് മുൻകാലത്തും ആ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SFIക്കാർ അക്രമികളാണ്, അല്ലെങ്കിൽ SFIക്കാർ ആളുകളെ പിന്നെ കൊന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകന് പോലും അങ്ങനെ ഉണ്ടോ, SFI കൊന്നിട്ടില്ലേ എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് കൊന്നിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഈ അക്രമം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റവും അതിപ്രസരം വന്ന ഒരു ഘട്ടത്തിൽ അത് കുറച്ച് രൂക്ഷമായിട്ടുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് വന്ന സമയത്തും കൂടുതൽ വർദ്ധിത വീര്യത്തോട് കൂടിയിട്ട് സമര രംഗത്തിറങ്ങാൻ, ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വലിയ സമരം ആ ഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ആ സമയത്ത് ഒട്ടനവധിയായിട്ടുള്ള കോളേജ് യൂണിയനുകളൊക്കെ തന്നെ SFIക്ക് തിരിച്ചു പിടിക്കാനൊക്കെ തന്നെ കഴിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്രമങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ തളർന്നു പോവുക എന്നുള്ളതല്ല SFIക്ക് സംഭവിക്കൽ, വർദ്ധിത വീര്യത്തോട് കൂടിയിട്ട് SFI മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സംഭവിക്കാറുള്ളത്. SFI നേതാക്കളോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയോ ഡോക്ടറേറ്റോ അല്ലെ ബിരുദമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവാദമാവുന്ന ഒരു സാഹചര്യം, അതിനെ കുറിച്ച് എങ്ങനെയാ പറയാൻ പറ്റുക? ഇപ്പോൾ എന്താ പറയുക, അതിപ്പോൾ MP രാജേഷിൻ്റെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ KK രാഗേഷിൻ്റെ കല്യാണം കഴിച്ചു, M സ്വരാജിൻ്റെ ഭാര്യയായി, ഷംസീറിൻ്റെ ജീവിത പങ്കാളിയായി, ഇതൊക്കെ പറയുന്നത് ഇതിലും വലിയൊരു തെറ്റ് വേറെ ഇല്ല എന്നുള്ളതാണ്. ഇവരുടെ പേരിലൊക്കെ കുറ്റം ആരോപിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇവരൊക്കെ ഒരു കാലത്ത് പലരും SFI ആയിരുന്നവരാണ്, ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആളുകളുണ്ട്. പിന്നീട് അവർ പിന്നെ പഠനം നടത്തി ജോലിയൊക്കെ നേടി. അതോട് കൂടിയിട്ട് ഇവർക്കിനി നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ഇവർ ജോലി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു നിലയിലാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ പിന്നെ അപ്പുറത്ത് ഉള്ള UDFൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുകയും നല്ല ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഒരാളും ഉന്നയിച്ചില്ല. അതൊരു വാർത്തയാവുന്നില്ല. അതല്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരാരെങ്കിലും സർട്ടിഫിക്കറ്റ് തിരുത്തിയിട്ടോ അല്ലെങ്കിൽ പിന്നെ വ്യാജ PhD വെച്ചിട്ടോ ആണ് കയറിയെങ്കിൽ അത് വാർത്ത ആവുകയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഈ നേതാക്കന്മാരുടെ
മക്കളെയൊക്കെ പരിചയമുണ്ട്. പലരും പല നേതാക്കന്മാരും മരിക്കുമ്പോൾ അടുത്ത ആ തെരഞ്ഞെടുപ്പിൽ അടുത്ത ബൈ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഇവരുടെ പിന്നെ മക്കളെ കുറിച്ചിട്ട് ഈ കേരള പൊതുസമൂഹം ചർച്ച ചെയ്യല്. പക്ഷേ ഇടതുപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാരെ മുഴുവൻ ആ നിലക്ക് എല്ലാ സമയത്തും അവരുടെ ആയിട്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ബന്ധമുള്ള ആളുകൾ പോലും സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരം വാർത്തകളാണ്. വ്യാജ ഡിഗ്രി, വ്യാജ ബിരുദം, ഇതൊക്കെ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടിട്ടും അത് നിർത്തില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യാജ രേഖ ഉണ്ടാക്കി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാപരാധം. ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല, ഏതെങ്കിലും ഒരു ജോലി കിട്ടേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അത് വ്യാജമായി ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിന് കോടതി തീരുമാനിക്കട്ടെ അവർ തെറ്റ് ചെയ്തതാണോ അത് എന്താണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കട്ടെ. പക്ഷെ അത് ഏറ്റവും ഭീകരമായിട്ടുള്ള വിഷയമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ എം സ്വരാജ് മത്സരിക്കുന്ന സമയത്താണ് ഭാര്യക്കെതിരായിട്ടുള്ള വിഷയം. രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് ശത്രുവിനെ, രാഷ്ട്രീയ എതിരാളിയെ നേരിടാൻ പറ്റിയിട്ടില്ലെങ്കിൽ വ്യക്തിപരമായി തകർക്കുക എന്നുള്ളത് അതൊരു വലതുപക്ഷത്തിൻ്റെ നീച രാഷ്ട്രീയമാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊന്നും പറയാനില്ല. സഹോദര സ്വരാജിനെതിരെ വേറൊന്നും പറയാനില്ല. സഹോദര സ്വരാജിനെതിരെ അവർ ഉണ്ടെങ്കിൽ പറയട്ടെ, ഒരു അഴിമതി ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരാളുടെ മോശമായി പെരുമാറി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു വിഷയവും അവർക്ക് ഉന്നയിക്കാനില്ല. അവരുടെ സ്ഥാനാർത്ഥിക്കാണെങ്കിൽ അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുണ്ട്. ആ നാട്ടിലെ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം ആരാണ് ആ സ്ഥാനാർത്ഥി എന്നും എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഞങ്ങളിതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ മുഴുവൻ നിലമ്പൂരുകാർക്ക് അറിയാം. അതൊക്കെ ഒരു പൊതുവേദിയിൽ വെച്ച് പറയാൻ പറ്റാത്ത അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളുമാണ്. പക്ഷെ അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ നടത്തിയിട്ടുള്ള വികസന നേട്ടങ്ങൾ, എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് ജയിക്കണം, ഇതാണ് പറഞ്ഞത്. പക്ഷെ അവിടെയോ അവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ എതിരാളിയെ കിട്ടുന്നില്ല, എന്നാൽ ശരി എതിരാളിയുടെ ഭാര്യയെ ആക്രമിക്കാം. എതിരാളിക്കെതിരൊന്നും പറയാനില്ല, അപ്പോൾ സ്ഥാനാർത്ഥിക്കെതിരൊന്നും പറയാനില്ല, അപ്പോൾ സ്ഥാനാർത്ഥിക്ക് ഭാര്യക്കെതിരായിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള അവരുടെ രീതിയായിട്ട് ഇപ്പോൾ ഇന്നലെ കിട്ടിയതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വേറെ വിഷയം ഒന്നും ഉയർന്നു വന്നിട്ടില്ല. ഇങ്ങനെ ഓരോ ആളുകളെയും തകർക്കാൻ വേണ്ടി അവരുടെ ബന്ധുക്കളെ, അവരുടെ ജീവിത പങ്കാളികളെ ഒക്കെ ആക്രമിക്കുക എന്നുള്ള ഒരു തന്ത്രം വളരെ കൃത്യമായിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടതുപക്ഷ ഇപ്പോൾ മുൻ SFI നേതാക്കന്മാരാണ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ ആളുകളും. അപ്പോൾ ആ നിലയിലുള്ള അക്രമമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഇത്രയും അക്രമം നടക്കുകയാണെങ്കിൽ ഇനി SFI നേതാവാണെങ്കിൽ അയാളെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് ബാക്കിയുള്ള ആളുകൾ പറയുന്ന അവസ്ഥയിലേക്ക്. കാരണം ഇന്നയാളുടെ ഭാര്യയായി പോയി, ഇന്നയാളുടെ ഭർത്താവായി പോയി എന്നുള്ളത് പിന്നീട് ഏത് കാലത്തും നിങ്ങൾ നേടിയിട്ടുള്ളതൊക്കെ ഇല്ലാതെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി +2 ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും അതിനപ്പുറത്തേക്കൊക്കെ ജയിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. ഈ ജയിച്ചു വന്നിട്ടുള്ള ആളുകളുടെ അതുവരെയുള്ള മിടുക്കും മെറിറ്റും മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒരാളെ വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ. അപ്പം അത് വളരെ നീചമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അത് UDF അവസാനിപ്പിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ അത് അവസാനിപ്പിക്കേണ്ടതാണ്.